കർണാടകയിൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതോടെ അതിർത്തിയിൽ ഇന്നും പ്രതിഷേധം. 2 ഡോസ് വാക്സിൻ എടുത്തവരെ കടത്തിവിടണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. ഇതിനിടയിൽ കർണാടക ADGP പ്രതാപ് റെഡ്ഡി അതിർത്തിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വയനാട്ടിലെ കർണാടക തമിഴ്നാട് അതിർത്തികളിലും വാളയാറിലും പരിശോധന ശക്തമാക്കി. തലപ്പാടി അതിർത്തിയിൽ നിന്ന് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ കർണാടക പോലീസ് തിരിച്ചയച്ചത് യാത്രക്കാർക്ക് ദുരിതമായി. ദൈനംദിന ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരാണ് ബുദ്ധിമുട്ടിലായത്. 2 ഡോസ് എടുത്തിട്ട് ഫൈനൽ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തത്, ഇന്ത്യ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ ഞങ്ങൾ കേരള സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് എന്താവശ്യം കൊണ്ട് വാക്സിൻ അടിച്ചവർക്ക് വിലയില്ലെന്നാണ് ചോദിക്കുന്നത്. RT-PCR ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, അതിന് മാത്രമാണ് വിലയുള്ളത്. കോവിഡ് മാനദണ്ഡവും പാലിക്കാതെയാണ് ഇവർ ടെസ്റ്റ് നടത്തുന്നത്. 10,000-കണക്കിന് ആളുകൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ആ പരിശോധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ശരിയാവണ്ണം മാസ്ക് ധരിച്ചിട്ടില്ല. ഒരു സാമൂഹ്യ അകലവും പാലിക്കാതെയാണ് അവർ ഈ വ്യവസ്ഥ ചെയ്യുന്നത്. നിലവിലെ നിയന്ത്രണങ്ങളിൽ നിന്ന് 2 ഡോസ് വാക്സിൻ എടുത്തവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തലപ്പാടിയിൽ ഇന്നും പ്രതിഷേധം നടത്തി. കർണാടക സർക്കാർ ശരിക്കും പൊളിറ്റിക്സ് ആണ് കളിക്കുന്നത്. ആ രാഷ്ട്രീയ നിലപാടുക്കെതിരായിട്ടുള്ള സമരമാണ്. കർണാടക അതിർത്തി അടിച്ചുകൊണ്ട് പാകിസ്ഥാൻ, കേരളത്തെ പാകിസ്ഥാൻ പോലെയാണ് കാണുന്നത് കർണാടക. ഇതിനിടയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കർണാടകയുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP പ്രതാപ് റെഡ്ഡി അതിർത്തിയിലെത്തി. കേരളത്തിലെ സാഹചര്യം സാധാരണ നിലയിലാകുന്നതുവരെ യാത്രാ നിയന്ത്രണം വേണ്ടിവരുമെന്ന് ADGP. ಸರ್ಕಾರಕ್ಕೂ ಮತ್ತು ರಾಜ್ಯ ಸರ್ಕಾರ ಆರೋಗ್ಯ ವಿಭಾಗಕ್ಕೂ ಸಹ ಮಾತಾಡ್ತೀವಿ. ಹಾಲಿ ಈ ನಿರ್ದೇಶನವನ್ನು ಪಾಲನೆ ಮಾಡ್ತಾ ಇದ್ವಿ. ಇದು ತಾವು ರೈಸ್ ಮಾಡಿದ ವಿಷಯವನ್ನು ನಾವು ಚರ್ಚೆ ಮಾಡಿಬಿಟ್ಟು ಅದರ ಬಗ್ಗೆ ಕ್ರಮ ಜರುಗಿಸ್ತೀವಿ. കഴിഞ്ഞ ദിവസം ട്രെയിൻ മാർഗം നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കേരളത്തിൽ നിന്നും മംഗളൂരുവിലെത്തിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ ക്വാറന്റൈൻ സെന്ററിൽ തടഞ്ഞുവെച്ചത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. 60ഓളം പേരടങ്ങുന്ന സംഘത്തെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചതിന് ശേഷമാണ് വിട്ടയച്ചത്. വയനാട്ടിലെ കർണാടക തമിഴ്നാട് അതിർത്തിയിലും വാളയാറിലും ഇടുക്കിയിലെ അതിർത്തി പ്രദേശങ്ങളിലും നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. KV ബൈജു, News 18, കാസർഗോഡ്.